കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും കൊലൂസ്യ ലേഖന പഠനത്തിലേക്ക് കടന്നു വരാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊലൂസ്യ ലേഖനം ചിന്തിച്ചു കൊണ്ടിരുന്നു. അതിന്റെ 2-ാം അധ്യായം 12-ാം വാക്യം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് അതിന്റെ 13-ാമത്തെ വേദഭാഗം നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് സ്നാനം എന്താണെന്നും ആ സ്നാനം ആർക്ക് വേണ്ടിയാണെന്നും എങ്ങനെയാണെന്നും ആരെടുക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇനി ഇതിന്റെ 2-ാം അധ്യായം 13-ാമത്തെ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്ന് വായിച്ചാട്ടെ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളിലും നിങ്ങളുടെ പരിച്ഛേദനയേൽക്കാത്ത ജഡത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടി ജീവിപ്പിച്ചു. അതിക്രമങ്ങളെ എല്ലാം നമ്മോട് ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിക്രമങ്ങളിലും നിങ്ങളുടെ പരിച്ഛേദനയേൽക്കാത്ത ജഡത്തിലും, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഹല്ലേലൂയ അതിക്രമം നിറഞ്ഞ് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അഗ്രചർമ്മത്തിൽ, ഹല്ലേലൂയ, പരിച്ഛേദനയിലൊക്കെ നമ്മൾ മരിച്ചവരായിരുന്നു. അപ്പൊ മരിച്ചത് 2 കാരണങ്ങളാലാണ്. ഒന്ന് അതിക്രമത്താലും, 2 ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും. ഒന്ന് അതിക്രമത്തിലും, 2 ജഡത്തിന്റെ അഗ്രചർമ്മത്തിലുമാണ് ഹല്ലേലൂയ നമ്മൾ മരിക്കേണ്ടത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ കൊലൂസ്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ പാപപ്രകൃതിയും പാപപ്രവൃത്തിയും തന്നെയാണ് അവരെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാഹ്യമായി മാത്രമല്ല ധാർമ്മികമായും ഹല്ലേലൂയ അവർ മരിച്ചവരായിരുന്നു. ശാരീരികമായി ജീവനുള്ളവരെങ്കിലും ആത്മീയമായി മരിച്ചവരായിരുന്നു. നമ്മളും ശാരീരികമായിട്ട് ശരീരത്തിൽ ഇപ്പൊ ജീവനുണ്ട്, എന്നാൽ ആത്മീയമായിട്ട് മരിച്ച അവസ്ഥയിലാണ് അനേകര്. ഇന്ന് ഈ രക്ഷയിലേക്ക് കടന്നു വരാത്ത ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ക്രിസ്തുവിനോടുകൂടി അങ്ങനെയുള്ളവർക്ക് ജീവിക്കപ്പെടുവാൻ കഴിയുകയില്ല. അവർ വീണ്ടും ജനനത്തിൽ അവർക്കൊരു വീണ്ടും ജനനത്തിലൂടെ മാത്രമേ ക്രിസ്തുവിൽ വസിക്കുവാനും ക്രിസ്തുവിൽ മരിക്കുവാനും ക്രിസ്തുവിൽ ജീവിക്കുവാനും കഴിയുകയുള്ളൂ. നമ്മളിവിടെ ഈ വാക്യം വായിച്ചല്ലോ, അതിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചായിരുന്നു, അത് പഠിച്ചായിരുന്നു. ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി സംസ്കരിക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവന്റെ പുനരുത്ഥാനത്തിനോട് ഏകീഭവിക്കേണ്ടതിന് നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ ഈ വാക്യം നമുക്കൊരു ചിന്താ വിഷയമാണ്. ഇവിടെ മരണവും ജീവനുമാണ് പ്രധാന ആശയങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പം മരിച്ചവരായിരുന്ന നമ്മെ ഈ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? മരിച്ചവരായിരുന്നു, അല്ലെ? നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്ന് എഫേസ്യർ 2:1 പറയുമ്പോൾ, തന്റെ പരമാധികാരം ആമൻ ഉപയോഗിച്ച് തൻ കൃപയാൽ തന്നിൽ വിശ്വസിക്കുന്നവരെ ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്ന ഈ കൊലോസ്യര് ഒരു കാലത്ത് അവർ മരിച്ച അവസ്ഥയിലായിരുന്നവരെ അവരുടെ അഗ്രചർമ്മം, ആമേൻ, അത് അവർ ചെയ്യാതിരുന്ന സ്ഥാനത്ത് അവർ വിശുദ്ധിയില്ലാതെ ജീവിച്ച കാലത്ത് അവരുടെ ജഡമനസ്സിനെ ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന് അവരെ ഈ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, കൊലോസ്യർ ഒരു കാലത്ത് മരിച്ചവരായിരുന്നു എന്ന് മാത്രമല്ല, അവർ
ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. അവരുടെ അഗ്രചർമ്മം അവിശുദ്ധമായ അവരുടെ ജഡമനസ്സിനെ കാണിക്കുക എന്ന് വെച്ചാൽ വിശുദ്ധിയില്ലാത്ത അഗ്രചർമ്മത്താൽ അല്ല, പരിച്ഛേദനയാൽ അല്ല എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഹൃദയത്തിന്റെ പരിച്ഛേദന, ഹല്ലേലൂയ, ശാരീരിക പരിച്ഛേദന പോലെയല്ല. അപ്പൊ അഗ്രചർമ്മം കൊണ്ട് അവർ വിശുദ്ധീകരിക്കപ്പെടുമെന്ന് ചിന്തിച്ചു. എന്നാൽ ആ അഗ്രചർമ്മം അല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയാണ് വലുതെന്ന് അവരെ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവരുടെ ജഡ മനസ്സിനെ അപ്പോസ്തലൻ ഉണർത്തുകയാണ്. അവർ മരിച്ച അവസ്ഥയിലാണ്, എന്നാൽ ക്രിസ്തുവിൽ അവർ വിജയിക്കണം. ആമേൻ. ക്രിസ്തുവിൽ അവർ ജീവിക്കണം. അത് താല്പര്യപ്പെട്ടുകൊണ്ടാണ് അപ്പോസ്തലൻ അവരെ ഈ ഭാഗം പഠിപ്പിക്കുന്നത്. താൻ ഈ ഭാഗത്ത് പറഞ്ഞ അതിക്രമങ്ങളിലും നിങ്ങളുടെ പരിച്ഛേദനയേൽക്കാത്ത ജഡത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പം മരിച്ചവരായിരുന്നു ഈ ജനം. എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തിൽ 7 വിധ മരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 7 വിധ മരണങ്ങളെ കുറിച്ച്. ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം. ആമേൻ. ഒന്നാമതായിട്ടുള്ളത് ശാരീരിക മരണമാണ്. ശാരീരിക മരണം. എബ്രായ ലേഖനം ഒന്ന് എടുത്താട്ടെ, 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വേദഭാഗം ഒരാൾ വായിച്ചാട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. പ്രൈസ് ദി ലോർഡ്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് അവൻ പാപം കൂടാതെ, ഹല്ലേലൂയ, പ്രത്യക്ഷനാകും. ഇതിന് 2 വിധ വശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിശ്വാസി ക്രിസ്തുവിൽ മരിക്കുന്നു, പാപി പാപത്തിൽ മരിക്കുന്നു. മനസ്സിലായോ? ഒരു വിശ്വാസിയായി തീർന്നതിന് ശേഷം അവൻ ക്രിസ്തുവിൽ മരണപ്പെടുന്നു, അവൻ മരിക്കുന്നു. 2, പാപി എങ്ങനെ അവന്റെ പാപത്തിൽ മരിക്കുന്നു. നമുക്ക് അതിന് തെളിവായിട്ട് ഒരു വേദഭാഗം വായിക്കാം. വിശ്വാസി ക്രിസ്തുവിൽ മരിക്കുന്നു. 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വേദഭാഗം വായിച്ചാട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ മരിച്ചവർക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന ആ വലിയ ഒരു സന്തോഷമാണ്. ശാരീരിക മരണം ഒരു വിശ്വാസിക്ക് ഉണ്ട്, എന്നാൽ അവൻ ആത്മീയ മരണമില്ല. ശാരീരിക മരണം സംഭവിച്ച് കല്ലറകളിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തൻ ഗംഭീരനാദത്തോടും ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുള്ളൂ. ജീവനോടെ ഇരിക്കുന്ന ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന്. അപ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്നവന്റെ സന്തോഷം മനസ്സിലായോ? ശാരീരിക മരണം സംഭവിക്കുന്നവർ, ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് എന്തുണ്ടാകും? ഒരു ഉയർപ്പുണ്ട്. ഇനി വായിച്ചാട്ടെ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വേദഭാഗം വായിച്ചാട്ടെ. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു. കണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. നമ്മൾ പാപം ചെയ്ത് പാപത്തിൽ മരിക്കും. സ്തോത്രം. പാപി പാപത്തിലാണ് മരിക്കുന്നത്. അപ്പം വിശ്വാസി മരണസന്ദർഭത്തിൽ പർദീസയിലേക്കും ഈ പാപം ചെയ്ത വ്യക്തി പാതാളത്തിലേക്കും പോകുന്നു. അത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 31 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. അത് വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആ ഭാഗം നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അത് തനിച്ച് വായിച്ച് ധ്യാനിക്കണമെന്ന് കർത്താവിൽ ആമേൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ തിരുവെഴുത്തിൽ 7 വിധ മരണങ്ങളെ പറ്റി പറയുമ്പോൾ ഒന്നാമതായിട്ട് ശാരീരിക മരണമാണ്. നമുക്കത് വായിക്കുമ്പോൾ വീണ്ടും കാണുവാൻ കഴിയും. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന വ്യക്തിയുടെ ശമ്പളം മരണം. ആ വ്യക്തി എവിടേക്ക് പോകും? പാതാളത്തിലേക്ക് പോകും. ഇനി 2-ാമത്തെ മരണം ആത്മീയ മരണമാണ്. ആത്മീയ മരണം എന്ന് വെച്ചാൽ
പാപി അതിക്രമത്തിലും പാപത്തിലും മരിച്ചിരിക്കുന്നു. അതത്രേ ഇന്ന് നമ്മൾ ചിന്തിച്ച ആ വാക്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എഫേസ്യ ലേഖനം 2:1 ഈ ഭാഗം നമ്മൾ വായിച്ചല്ലോ. എന്താണ് വായിച്ചത്? ഇവിടെ നമ്മൾ വായിച്ചു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. ഹല്ലേലൂയ. മരണം അതിക്രമം കൊണ്ടുകൊണ്ട്, പാപം കൊണ്ടുകൊണ്ട്. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മൾ ഈ ദിവസങ്ങളിൽ എഫേസ്യ ലേഖനം 2:1 പറഞ്ഞിരിക്കുന്നത് പോലെ ആമേൻ ആത്മീയ മരണം സംഭവിപ്പാൻ ഇടവരാതെ വണ്ണം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പാപിക്കാണ് ആത്മീയ മരണം സംഭവിക്കുന്നത്. ഇവിടെ ഈ പുസ്തകം, ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ തന്റെ ആ മകൻ മരിച്ചവനായിരുന്നു എന്ന് ഒരു പിതാവ് അവന്റെ മടങ്ങി വരവെങ്കിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് വായിച്ചാട്ടെ, ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്നു വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പൊ മകൻ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. വായിച്ചാട്ടെ താഴോട്ട്. 24-ാം വാക്യം അവിടെ പറയുന്നുണ്ടല്ലോ, എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുക, എന്റെ മകൻ മരിച്ചവനായിരുന്നു. ഒരു കാണാതെ പോയ മകനെ കണ്ടുകിട്ടി. വീട് വിട്ടു പോയവനാ. നമ്മളും ഇതുപോലെ ഒരു കാലത്ത് പാപത്തിന്റെ അന്ധതമസിൽ, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ ഈ ധൂർത്തുപുത്രൻ പോയതുപോലെ ആമേൻ നാമും ദൈവഹിതം വിട്ട്, ദൈവ വഴി വിട്ട് ജീവിച്ചവരാണ്. എന്നാൽ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്താൽ ആ സ്വർഗീയ പിതാവ് ആമേൻ നമ്മെ കാത്തിരുന്നു. ആ ലോകപ്രകാരമുള്ള ധൂർത്തുപുത്രനെ തന്റെ പിതാവ് കാത്തിരുന്ന് തന്നെ സ്വീകരിപ്പാൻ മനസ്സ് വെച്ചതുപോലെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും സ്നേഹിച്ചവൻ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റി തന്നവൻ, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ സ്വീകരിപ്പാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന പിതാവ് ഇന്ന് പകൽ വേളയെങ്കിൽ എന്നെയും നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ആമേൻ നമ്മുടെ ഒരു മടങ്ങി വരവാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ആകയാൽ ഒരു വിശ്വാസിയായി ജീവിച്ചാൽ അവൻ ഒരിക്കലും ആത്മീയ മരണം സംഭവിപ്പാൻ ഇടവരികയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം യോഹന്നാന്റെ സുവിശേഷം ഈ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഹല്ലേലൂയ നമ്മൾ 1 യോഹന്നാൻ 5:12 കൂടി വായിച്ചാട്ടെ. 1 യോഹന്നാൻ 5:12. അതിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. പുത്രനുള്ളവന് ജീവനുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പുത്രനില്ലാത്തവന് ജീവനില്ല. ആകയാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. അതുകൊണ്ട് അവൻ ഒരിക്കലും ആത്മീയ മരണം സംഭവിക്കുകയില്ല. അവൻ വാക്യങ്ങളെ വായിപ്പിക്കുവാനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മൂന്നാമതായിട്ട് പാപസംബന്ധമായ മരണം. വാക്യത്തിൽ പറയുന്ന ആകയാൽ നാം എന്താണ് പറയേണ്ടത്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണം എന്നോ? ഹല്ലേലൂയ. ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ആമേൻ ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ പാപസംബന്ധമായി ഒരു മരണം ഹല്ലേലൂയ നമ്മിൽ സംഭവിച്ചുവെങ്കിൽ ഇനി പാപത്തിൽ തുടരുവാൻ ഇടവരരുത്. ഇന്ന് പാപം ഏറ്റുപറയും, പാപത്തിൽ വീണ്ടും നമ്മൾ അറിയാതെ വീണുപോകും. ആമേൻ. ഉപായായ പിശാച് ഉപായത്താൽ ഹൗവായെ ചതിച്ചതുപോലെ നമ്മെയും ചതിക്കും. ഉപായത്താൽ നാം അറിയാതെ പാപത്തിന് അധീനപ്പെടും. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, നാം പാപസംബന്ധമായി മരിച്ചവരെങ്കിൽ ഇനി പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കരുത്. ഹല്ലേലൂയ. ഒരു നാളും പാപം ചെയ്യുവാൻ ഇടവരാതെ വണ്ണം പാപസംബന്ധമായി നാം മരിക്കണം. അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകും.
ഒന്ന് ഞാൻ പറഞ്ഞു ശാരീരിക മരണം, 2 ആത്മീയ മരണം, 3 പാപസംബന്ധമായ മരണം, 4 പിന്മാറ്റമായ മരണം. വായിച്ചാട്ടെ, നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സർദീസിലെ സഭയ്ക്ക് എഴുതുന്നതാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനായിരുന്നു. ശാരീരികമായ ജീവനുണ്ട്, പക്ഷേ പിന്മാറ്റം മൂലം മരണം സംഭവിച്ചു. പിന്മാറ്റത്താലുള്ള മരണമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദൈവമക്കളെ, കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് മരിച്ചവരായ 3 പേരെ ഉയർപ്പിച്ചു. ശാരീരിക മരണം സംഭവിച്ചവരെ അവരെ കർത്താവ് ജീവിപ്പിച്ചു. എന്നാൽ പിന്മാറിപ്പോയവരെ അല്ല. ഇവിടെ ചിന്തിക്കണേ, പിന്മാറ്റത്തിൽ ഒരു വലിയ മരണമാണ് സംഭവിക്കുന്നത്. നമുക്കിവിടെ ശാരീരിക മരണം സംഭവിച്ചവരായ യായിറോസിന്റെ മകളെ അവരുടെ വീട്ടിൽ ചെന്ന് കർത്താവ് സൗഖ്യമാക്കി. കല്ലറയിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ചു. നയിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ഈ 3 പേരെ കർത്താവ് ഉയർപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ ഉയർപ്പല്ല നാം ചിന്തിക്കേണ്ടത്. ഇത് ശാരീരികമായ അവർക്ക് ഒരു ഉയർപ്പ് കൊടുത്തെങ്കിൽ ആത്മീയമായി പിന്മാറിപ്പോകാതെ ജീവിക്കേണ്ടതിന് ദൈവം അവർക്കും ഹല്ലേലൂയ ബുദ്ധി ഉപദേശം നൽകും പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ആത്മീയമായി ആമേൻ പിന്മാറരുത്. പിന്മാറ്റം നമുക്കൊരു മരണത്തിൽ കൊണ്ടെത്തിക്കും. നമുക്ക് നിത്യത ആമേൻ കൈമുതലാക്കേണ്ട സ്ഥാനത്തെ നാം നിത്യ നരകത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയാകും. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതം ഹല്ലേലൂയ ആത്മീയ പിന്മാറ്റത്തിലാക്കുവാൻ ശത്രു മുഴുവലത്തോടെ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, ഏദൻ പൂങ്കാവനത്തിൽ ആദാമ്യ ദമ്പതിമാരുടെ അടുക്കൽ പിശാച് കടന്നിയെന്ന് അവരെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ നമ്മയും വഞ്ചിക്കുവാൻ കടന്നു വരുമ്പോൾ നാം പാപസംബന്ധമായി മരിക്കും പോലെ തന്നെ നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ ഉറപ്പിക്കണം. പിന്മാറി പോകേണ്ടതിന് അവസ്ഥകളും സാഹചര്യങ്ങളും നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ പിന്മാറ്റം ഹല്ലേലൂയ ഒരിക്കലും നമ്മളെ ആമേൻ സ്വർഗീയ തുറമുഖത്ത് കൊണ്ട് എത്തിക്കുകയില്ല. ഒരു സഭ എടുത്തു നോക്കുക, ഈ സഭയിൽ 3 കൂട്ടരുണ്ട്. 1 ആത്മീകർ, 2 ജഡീകർ, 3 പ്രാകൃതർ. 3 കൂട്ടം ആൾക്കാർ, ആത്മീകർ, ജഡീകർ, പ്രാകൃതർ. അതിൻ്റെ അകത്ത് കൂടുതൽ ആരാണ്? ജഡീകരും പ്രാകൃതരും. ആത്മീയർ 3-ൽ 1 ഉള്ളൂ. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, പൂർണ്ണമായും ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ് ജഡീകരും പ്രാകൃതരും. ആത്മീയർ ഈ ലോകത്തിനുള്ളവരല്ല. നമ്മൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ്. ദൈവസഭ, ഇന്നത്തെ ദൈവസഭകൾ എടുത്തു നോക്ക്, അതിൻ്റെ അകത്ത് കൂടുതലും ജഡീകരാണ്, കൂടുതലും പ്രാകൃത മനുഷ്യരാണ്. ആമേൻ വേഷത്തിലും സ്വഭാവത്തിലും ആമേൻ പ്രവർത്തനങ്ങളിലും എല്ലാ തെറ്റുകളും ചെയ്തിട്ട് യാതൊരു വിധത്തിലും ഇവർക്ക് ഒരു ശങ്കയും ഇല്ലാതെ ആരാധനയ്ക്ക് കടന്നു വരും. അവർ ചിന്തിക്കുന്നത് ആരാധനയിൽ കടന്നു വന്നാൽ എല്ലാമായി എന്നുള്ളതാ. ദൈവമക്കളെ, ഇത് ആത്മീയ പിന്മാറ്റത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആമേൻ ഇവർ ആത്മീയ പിന്മാറ്റത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവർ ലോകത്തിലേക്ക് ആമേൻ ക്രമേണ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പിന്മാറ്റക്കാരാകുന്നത് കൊണ്ട് ജഡീകന്മാരായി തീരുകയാണ്. അവർ ലോകത്തിലേക്ക് തങ്ങളറിയാതെ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെതായ ആമേൻ സകലതും അവരിലേക്ക് അവർ തന്നെ ആവാഹിച്ചെടുക്കുമ്പോൾ ലോകത്തിന്റെ സ്വഭാവങ്ങൾ, ലോകക്കാരെ പോലെ ജീവിക്കുവാൻ, ലോകത്തിന്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾക്ക് ജീവിതം ആമേൻ സമർപ്പിക്കപ്പെടുവാൻ ഒക്കെ താല്പര്യപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളാണ് ഇന്ന് ഭൂരിപക്ഷവും ദൈവസഭകളിൽ ഉള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ 3 കൂട്ടരെയും ഹല്ലേലൂയ ഉയർപ്പിക്കുന്ന ദൈവമാ. ഞാൻ പറയട്ടെ, ആത്മീയനും മരിക്കും, ജഡീകനും മരിക്കും, പ്രാകൃതനും മരിക്കും. എന്നാൽ ഈ 3 കൂട്ടരും ഉയർക്കും. പക്ഷേ ദൈവമക്കളെ, ഉയർക്കുമ്പോൾ എവിടെയായിരിക്കും അവരുടെ അവസാനം എന്നുള്ളത് ചിന്തിച്ചു കൊള്ളണം. 3 ലാസറിനെയും യായിറോസിന്റെ മകളെയും നയിനിലെ വിധവയുടെ മകനെയും ഈ 3 കൂട്ടരെ കർത്താവ് ഉയർപ്പിച്ചു. ഇതേപോലെ തന്നെ
ജഡീകരായിരിക്കുന്നവരെയും പ്രാകൃതരായിരിക്കുന്നവരെയും ആത്മീയരായിരിക്കുന്നവരെയും അവർക്കും ഒരു ഉയർപ്പുണ്ട്. പക്ഷെ ആ ഉയർപ്പിന്റെ മറുപടി എന്തായിരിക്കുമെന്ന് നാം ചിന്തിച്ചു കൊള്ളണം. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ജഡീകരായിട്ട് പ്രാകൃതരായിട്ടുമല്ല, ആത്മീയ പിന്മാറ്റമുള്ളവരായിട്ടല്ല, അവർ പിന്മാറ്റമായ മരണം, പിന്മാറ്റത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ആമേൻ മരണമാണ് സംഭവിക്കുന്നത്, നിത്യ നരകമാണ് അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും നാം വിടുവിക്കപ്പെടണം. ഇനി അഞ്ചാമതായിട്ട് ത്യാഗപൂർണമായ സേവനം. ആമേൻ. നമ്മളുടെ ജീവിതത്തിൽ നാം എടുക്കുമ്പോൾ നമുക്ക് ഒരു മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടക്കുവാൻ കഴിയും. അത് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും. ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ത്യാഗസമ്പൂർണമായ ഒരു സേവനമാണ് ഞങ്ങളിൽ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളിൽ മരണം സംഭവിപ്പാനിടവരാതെ, ഹല്ലേലൂയ, ഞങ്ങൾ ദൈവത്തെ കണ്ടതുപോലെ, ജീവനുള്ള ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞതുപോലെ നിങ്ങളിലും ഒരു ജീവൻ ഉണ്ടാകുവാൻ, നിത്യമായ മരണത്തിൽ നിന്നും നിത്യമായ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയായി എങ്കിൽ നിങ്ങളും അതേ അവസ്ഥയിലേക്ക് വരുവാൻ ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി പകർന്നു നൽകുവാൻ പ്രാർത്ഥിക്കണമെന്ന് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ജീവൻ വ്യാപരിക്കണം. നിത്യമായ മരണത്തിൽ നിന്ന് ഹല്ലേലൂയ നമുക്ക് നിത്യരക്ഷയിലേക്ക്, നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകണം. അതാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ഈ 7-ാമതായിട്ട് ഒരു മരണം കൂടിയുണ്ട്, നിത്യമായ മരണം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 14-ാം വാക്യവും, 21-ാം അധ്യായം അതിന്റെ 8-ാം വാക്യവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട്. ഇനി അതിന്റെ 21-ന്റെ 8-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികർ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. ഹല്ലേലൂയ. വളരെ ഗൗരവപൂർവം എടുക്കേണ്ടിയ ഒരു ഭാഗമാണിത്. 2-ാം മരണം നമ്മൾ പറഞ്ഞല്ലോ, നിത്യമായ മരണമാണ്. ശാരീരിക മരണവും ആത്മീയ മരണവും ആമേൻ സംഭവിക്കുമ്പോൾ, ആമേൻ, ആത്മീയ മരണം, ശാരീരിക മരണം നമുക്കുണ്ടാകും. എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ അവൻ ആത്മീയമായി ഉയർക്കപ്പെടുമ്പോൾ ഇവിടെ നിത്യമായ മരണം, ഹല്ലേലൂയ, പാപത്തിൽ ജീവിക്കുന്നവനുണ്ടാകുകയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പാപത്തിന്റെ ശമ്പളമായ മരണം അവർക്ക് നൽകുക. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയുള്ളവർക്കാണ് ഈ നിത്യമായ മരണം വെച്ചിരിക്കുന്നതെന്നാണ് ഈ 21-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ അതിൽ എഴുതിയിരിക്കുന്നു, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധകർ, ഹല്ലേലൂയ, പിന്നെ വ്യാജം പറയുന്ന ഏവർക്കും. നമ്മൾ ഇതിന്റെ അകത്തെ ഏത് ഗണത്തിൽപ്പെട്ടവരാണ്? പലപ്പോഴും ഭീരുത്വമാ. കർത്താവിനെ പ്രതി, ക്രിസ്തുവിനെ പ്രതി മാമൻ ഭീരുത്വം അനുഭവിക്കുന്നവരെ,
ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ, ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും എന്നെണ്ണണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവുമാ. തന്റെ സുവിശേഷ വേലയിൽ താൻ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. തന്റെ ജീവിതത്തിൽ അടിയേറെ കൊണ്ടു. ആമേൻ, താൻ ഒറ്റപ്പെട്ടു, താൻ പൈതാഹം അനുഭവിച്ചു, പട്ടിണി കിടന്നു. ഹല്ലേലൂയ. ആമേൻ, നഗ്നത അനുഭവിക്കേണ്ടി വന്നു. കള്ളന്മാരാൽ തനിക്ക് ആപത്തുണ്ടാകേണ്ടി വന്നു. തന്റെ ജീവിതത്തിൽ എല്ലാവരാലും ഒറ്റപ്പെട്ടു. അവിടെയൊക്കെയും ഭീരുത്വമല്ല തന്നെ ഭരിച്ചത്, ദൈവശക്തിയാണ് അവനെ ഭരിച്ചത്. അവൻ ദൈവത്തിന്റെ കൃപയിൽ അവൻ വിശ്വസിച്ച ആത്മാർത്ഥതയോടെ ആ ധൈര്യവാനായി മുന്നോട്ട് പോയത് കൊണ്ട് ഈ ജനത്തെ പഠിപ്പിക്കുവാൻ, കൊലോസ്യ വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ എന്നെയും നിങ്ങളെയും ഇത് ഇന്ന് പകൽക്കാലം അറിയിക്കുവാൻ ആമേൻ ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുമ്പോൾ അപ്പോസ്തലന്റെ വാക്കുകളെ നാം അങ്ങനെ തന്നെ എടുക്കണം. നമ്മൾ ഭീരുത്വമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്ന് മാറ്റിക്കൊള്ളണം. ഭീരുക്കൾ, നമ്മൾ പലതിനെയും പേടിക്കുന്നവരാ. എന്തിനാണ്? നാം ദൈവത്തെക്കാൾ മറ്റൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിൽ ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഭയത്തോടും വിറയലോടും കൂടി അവന്റെ സന്നിധിയിൽ ചെല്ലണം. ദൈവം ആരെന്നും അവന്റെ മഹത്വം എന്തെന്നും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ മഹത്വത്തിനൊത്തവണ്ണമാണ് അവനെ ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ ഭയപ്പെടാതെ നാം ജീവിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ പറയുക, ഭീരുക്കൾ, രണ്ട് അവിശ്വാസികൾ. ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കാതെ ജീവിക്കുന്നവർക്കാണ് നിത്യമായ മരണം. ഒന്ന്, ഭീരുക്കൾക്കാണ് നിത്യമായ മരണം. രണ്ട്, അവിശ്വാസികൾക്കാണ് നിത്യമായ മരണം. അറയ്ക്കപ്പെട്ടവർ, ഈ സുവിശേഷത്തെ ഹല്ലേലൂയ ഇഷ്ടപ്പെടാത്തവർ, ഈ വിശ്വാസ ജീവിതത്തെ ആമേൻ അറയ്ക്കുന്നവർ, ഈ ജീവിതം, ഈ ലോകത്തിൽ ഞാൻ ജീവിക്കും കാലം അത്രയും ഈ വിശ്വാസം എനിക്ക് വേണ്ട, ഇത് കള്ളത്തരമാണ്, പൊള്ളയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് ഇതിനെ അറയ്ക്കുന്നവർ എന്ന് പറയുന്നത്. അവർക്കും വെച്ചിരിക്കുന്നത് ഒരു നിത്യമായ മരണമാണ്. മൂന്നാമത്, ശൂദ്രക്കാർ, ശൂദ്രം ചെയ്യുവാൻ പോകും. അവിടെയും ഇവിടെയും ഒക്കെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്നവൻ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. നിത്യമായ മരണം അവർക്ക് ആ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനാ ശുദ്രം ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ സഹോദരങ്ങൾ നന്നായി ജീവിക്കരുത്, അവർക്ക് ദോഷം വരണം എന്ന് ആഗ്രഹിച്ചിട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഇതിന്റെ അകത്ത് ആരെങ്കിലും അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ അതിൽ നിന്ന് പിന്മാറണം. മറ്റൊരു കാര്യം ഞാൻ പറയാം, ശുദ്രപ്രയോഗം നടത്താൻ പൈസ ചെലവാക്കി പോയില്ലെങ്കിലും മറ്റൊരു കാര്യം തിരുവചനത്തിൽ പറയുന്നുണ്ട്, മത്സരം ആഭിചാരദോഷം പോലെയെന്ന. മത്സരിക്കുന്നവർ, ദൈവദാസനോട് മത്സരിക്കുന്നവർ, ഭാര്യയോട് മത്സരിക്കുന്നവർ, ഭർത്താവിനോട് മത്സരിക്കുന്നവർ, കുടുംബത്തോട് മത്സരിക്കുന്നവർ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് മത്സരബുദ്ധിയോടെ പരിശുദ്ധാത്മാവിന്റെ ആമേൻ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന അനുഭവത്തിൽ ഏതൊരു വ്യക്തി വരുന്നോ അവൻ മത്സരിയാണ്. അതുകൊണ്ട് അവർ ശൂദ്രക്കാർക്ക് തുല്യമാണ്. ആ പ്രയോഗം ചെയ്യുന്നവർ അവർക്ക് നിത്യമായ മരണമാണ്. ബിംബാരാധകർ, നമ്മളൊരു കാലത്ത് വിഗ്രഹങ്ങളെ സേവിച്ചവരെ വിട്ടിറങ്ങിയതാ. എന്നാൽ ഇന്ന് അതില്ല എന്ന് പറയുന്നെങ്കിൽ ആമേൻ പലപ്പോഴും നമുക്കത് തെറ്റിപ്പോകുന്നു. കാരണം ഇറങ്ങിയ സമയത്ത് നമുക്ക് വീടുകളില്ലായിരുന്നു, വേണ്ട നന്മകളില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്നെല്ലാം നൽകി തന്നപ്പോൾ, വീടും വാഹനങ്ങളും നന്മകളും കുഞ്ഞുങ്ങളും എല്ലാം തന്നപ്പോൾ നാം അതിന് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം പണ്ട് കാലങ്ങളിൽ അനുഭവിച്ചതുപോലെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാതെ വന്ന് ഇതിനു വേണ്ടി സമയങ്ങൾ ചിലവഴിക്കുന്നുവോ? ദൈവമക്കളെ, അത് നമ്മുടെ ബിംബമാണ്. ചിലർ പാസ്റ്റർമാരെയാണ് അവരുടെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് ദൈവത്തെക്കാൾ വലുതായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ദൈവം കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റർക്കാണ് ഞങ്ങൾ സ്ഥാനം കൊടുത്തിരുന്നതെന്ന്. അവരുടെ ഭർത്താവിനും ഇല്ല, സഭാവിശ്വാസികൾക്കും ഇല്ല, ആർക്കും ഇല്ല പാസ്റ്റർക്ക്. പക്ഷെ ഇപ്പൊ ആ പാസ്റ്റർ അവരെ കണ്ട് മിണ്ടാതെ നടക്കുക. അപ്പം അവർക്ക് ഭയങ്കര ഹൃദയവേദനയായി. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത്? ദൈവമക്കളെ, നമുക്കും സംഭവിക്കാം. ദൈവത്തെക്കാൾ ഉപരി ഒന്നിനും ദൈവം കവിഞ്ഞിട്ടെന്നാണ് ആ സഹോദരി എന്നോട് പറഞ്ഞത്. എന്നാൽ അതല്ല, അതിനുപരി സ്ഥാനം കൊടുത്തിരുന്നുവെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ബിംബാരാധന, ഹല്ലേലൂയ, എന്തിന് നാം സ്ഥാനം കൊടുക്കുന്നു? വീടിന് സ്ഥാനം കൊടുക്കുന്നുവോ?
നമുക്കൊരു മൊബൈലാണ് നമ്മുടെ വലുതെങ്കിൽ അതിന് ദൈവത്തെക്കാൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ചിലരൊക്കെ രാത്രിയിലൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടേ കിടന്നുറങ്ങത്തുള്ളൂ. കാരണം ആരെങ്കിലും എടുത്ത് നോക്കിയാൽ അവരുടെ തട്ടിപ്പും വെട്ടിപ്പും അതിനകത്തെ മ്ലേച്ഛമായ അനുഭവങ്ങളും കാണും. അതുകൊണ്ടാ. അല്ലെങ്കിൽ വിശ്വസ്തരായിരിക്കുന്നവർ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി രാത്രി കിടന്നുറങ്ങുമോ? ഭാര്യ കണ്ടു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഭർത്താവ് കണ്ടു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ദൈവമക്കളെ, ഇതിന്റെ ഇടയിൽ നമുക്കൊരു ഹല്ലേലൂയ രഹസ്യ ജീവിതം ഉള്ളതാണ്. അതാണ് നാം പാപത്തിലേക്ക് പോകുവാൻ കാരണമാക്കുന്നത്. അത് ഇങ്ങനെയുള്ള പാപങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ നാം അതിനെ ഇമ്പോർട്ടന്റ് കൊടുത്ത് ദൈവത്തെക്കാൾ വലുതായി കാണുന്നത് കൊണ്ടാണ്. ആ പാപത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നിത്യമായ മരണമാണ്. ഹല്ലേലൂയ. മാത്രമല്ല ഇവിടെ പറയുന്നു, വ്യാജം പറയുന്ന ഏവർക്കും കള്ളത്തരങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി. അമ്മാമ്മ എവിടെ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയത്തിന് പോകുമായിരിക്കാം. അപ്പൊ നമ്മൾ പറയും ചങ്ങനാശ്ശേരിക്ക് പോവാന്ന് പറയും. നമ്മൾ കോട്ടയത്തിന് പോവാന്ന് പറഞ്ഞാൽ അവര് നമ്മളെ എന്തെങ്കിലും തടസ്സപ്പെടുത്തുമോ? ദൈവമക്കളെ, സത്യം പറഞ്ഞിട്ട് ഛേദം വന്നാലും ഹല്ലേലൂയ നാം സത്യമേ പറയാവൂ. ദൈവാത്മാവ് പറയുകയാണ് ഇന്ന് പകൽക്കാലം, ആമേൻ, ഓഷ്കിൽ പ്രിയപ്പെടരുതേ, വ്യാജം പറയരുതേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക. ഹല്ലേലൂയ, തീ പൊയ്ക. ഹല്ലേലൂയ. അത് രണ്ടാം മരണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിത്യമായ മരണമാണ്. അതിൽ നിന്ന് ഒരിക്കലും രക്ഷ നേടുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ആമേൻ, ശാരീരിക മരണം നമുക്ക് ഈ ലോകത്തു നിന്നും ഒരു വേർപാട് മാത്രമേ ഉള്ളൂ. എന്നാൽ നിത്യമായ മരണം നമുക്കൊരിക്കലും ഹല്ലേലൂയ രക്ഷപ്പെടാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 2 മുതൽ 23 വരെ ആമേൻ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രാവശ്യം ജനിച്ചവൻ 2 പ്രാവശ്യം മരിക്കണം. 1 ശാരീരിക മരണം, 2 നിത്യമരണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചാൽ നമുക്ക് ശാരീരിക മരണം സംഭവിക്കും. ഹല്ലേലൂയ. എന്നാൽ നിത്യമായ മരണം സംഭവിപ്പാൻ ഇടവരാതവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യം മരിച്ചാൽ മതി. എന്നാൽ 2ാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. പാപസംബന്ധമായി നാം മരിച്ചാൽ നമുക്ക് നിത്യമായ മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. ദൈവമക്കളെ, ഈ വാക്യങ്ങൾ നാം ചിന്തിച്ചപ്പോൾ അകത്ത് ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അതിക്രമങ്ങളിലും അഗ്രചർമ്മത്തിലും മരിച്ചു എന്ന് കാണുന്നത് നാം ഈ കൊലോസ്യ ലേഖനത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതിക്രമങ്ങളിലും നിങ്ങളുടെ പരിശോധനയേൽക്കാത്ത ജഡത്തിലും നിങ്ങൾ മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവനോടുകൂടെ ജീവിപ്പിച്ചു, അതിക്രമങ്ങളെല്ലാം നമ്മോട് ക്ഷമിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മുടെ പാപപ്രകൃതിയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പാപപ്രകൃതി അറിയുന്ന ഒരു കർത്താവുണ്ട്. അതിക്രമങ്ങളിലും അഗ്രചർമ്മത്തിലും മരിച്ചു എന്ന് നാം വായിക്കുമ്പോൾ ആൽജനത്തിന്റെ പാപപ്രകൃതി അറിഞ്ഞ സ്വർഗീയ പിതാവ് ആമേൻ അവരുടെ പാപപ്രവർത്തികളെ ആമേൻ എടുത്തെടുത്ത് കാണിച്ച് അവരെ അതിൽ കൂടി ആമേൻ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ നിത്യമായ നരകത്തിൽ രക്ഷിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് അവരെ പഠിപ്പിക്കുമ്പോൾ വീണ്ടും ജനന സന്ദർഭത്തിൽ ആമേൻ അവർ യേശു ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കപ്പെട്ടു എന്ന് ആമേൻ അവരെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവർ വീണ്ടും ജനനത്തിലൂടെ മാത്രമേ യേശുവിനെ കാണുവാൻ കഴിയുകയുള്ളൂ എന്ന് പഠിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്കും അത് തന്നെ, നിങ്ങൾക്കും അത് തന്നെ. വീണ്ടും ജനനം കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ട് കർത്താവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുന്നുവെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഈ രക്ഷയിലേക്ക് കടന്നു വന്ന വ്യക്തി ജീവിതത്തെ വീണ്ടും ജനനത്തിലേക്ക് വരുത്തി ആമേൻ അവൻ നിത്യമായ മരണത്തിൽ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നു. നമ്മൾ ഇന്നലെ ഇതിന്റെ 12-ാം വാക്യം വായിച്ചല്ലോ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി സംസ്കരിക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, ആമേൻ, 12-ാം വാക്യത്തിൽ അടക്കവും ഉയർത്തെഴുന്നേൽപ്പുമായിരുന്ന വിഷയം ഇവിടെ മരണവും ജീവനുമാണ് നമുക്ക് നൽകി തരുന്ന ആശയം. ആത്മീയ മൃതാവസ്ഥരുടെയും തിരുവചനത്താലുള്ള പുനർജീവനത്തിന്റെയും ഈ ഒരു മനോഹരമായ ചിത്രം നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. എസ്കേൽ പ്രവാചന പുസ്തകം 37-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്. ആത്മീയമായി മരിച്ച വ്യക്തി ജീവിതങ്ങളെ
തിരുവചനത്താൽ പുനർജീവിപ്പിക്കുകയാണ്. പ്രൈസ്. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യവും അതിന്റെ 15-ാം വാക്യവും കൂടി ഒന്ന് വായിച്ചാട്ടെ. അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 5:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചുവെന്നും അതുകൊണ്ട് എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല 15-ാം വാക്യത്തിൽ, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയമായി മരിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ പ്രവർത്തികൾ ആണ്. 2 കൊരിന്ത്യർ 5:14 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചുവെന്നും അതുകൊണ്ട് എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. അതിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ രക്ഷ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ 6:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവീൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ സത്യം ധരിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ ഏൽപ്പിക്കുക. ആത്മീയമായി മരിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രവൃത്തികൾ എന്നാണ് ഹല്ലേലൂയ എങ്ങനെയാണ് എന്ന് ഇതിൽ കൂടി നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ആത്മീയമായി മരിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണെന്ന് അപ്പോസ്തലൻ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കണം. 9:14 ഒന്ന് വായിച്ചാട്ടെ. 9:14 അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികം ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യം ദൈവമക്കളെ. ഇനി യാക്കോബ് 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യവും 26-ാം വാക്യം കൂടെ വായിക്കാം. അങ്ങനെ വിശ്വാസവും പ്രവർത്തികളില്ലാത്തതായാൽ സ്വതേ നിർജീവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അതിന്റെ 26-ാം വാക്യത്തിൽ, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഹല്ലേലൂയ നമ്മുടെ പ്രവർത്തികളെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ പ്രവർത്തികൾ ഏത് വിധേയമാകണം? ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് ദൈവമക്കളെ. അതുകൊണ്ട് ജഡത്തിന്റെ കയ്യാലുള്ള പരിച്ഛേദന അതിനെപ്പറ്റി എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. ജഡത്താലുള്ള പരിച്ഛേദനയെ പറ്റി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ മുൻപ് ജന്മം കൊണ്ട് ജാതികളായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരായാൽ പരിച്ഛേദന ഏൽക്കാത്തവർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് ശരീരത്തിൽ കൈകളുടെ പ്രവൃത്തിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2-ാം അധ്യായം 11-ാം വാക്യം ഒരിക്കലൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. ആകയാൽ നിങ്ങൾ മുൻപ് ജന്മം കൊണ്ട് ജാതികളായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. നമ്മൾ പാപികളായിരുന്നു. ഇവിടെ യഹൂദനോട് ഈ കൊലോസ്യ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ജന്മം കൊണ്ട് ആരായിരുന്നു? ജാതീയരായിരുന്നു. എന്നാൽ പരിച്ഛേദനക്കാർ എന്നുള്ള പേരുള്ളവരാൽ പരിച്ഛേദന ഏൽക്കാത്തവർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അത് ശരീരത്തിൽ കൈകളുടെ പ്രവൃത്തിയാകുന്നു. പരിച്ഛേദന കൈകളുടെ പ്രവൃത്തിയാ. എന്നാൽ ഈ പുറമേയുള്ള അഗ്രചർമ്മം കൈകളുടെ പ്രവൃത്തിയാണെങ്കിൽ ആത്മാവിൽ നമുക്ക് ലഭിക്കുന്നതാണ് പ്രൈസ് ദി ലോർഡ് ഹൃദയ പരിച്ഛേദന. അത് നമുക്ക് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം
ഈ ഹൃദയ പരിശോധന ഇല്ല എങ്കിൽ അപ്പോസ്തലൻ ഈ വാക്യം നമുക്ക് കംപ്ലീറ്റ് ആക്കാം. പറയുകയാണ്, ജീവിതത്തിന്റെ ആമേൻ ഓരോ അവസ്ഥകളിലും ജഡത്തിന്റെ കയ്യാലുള്ള പരിശോധന ഏറ്റിട്ട് നമുക്ക് ഒരിക്കലും ക്രിസ്തുവിനോടുകൂടി ജീവിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. ആകയാൽ നാം എന്ത് ചെയ്യണം? ഏറ്റവും ധന്യമായ ഒരു പദവിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ മരണ പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കുന്നവരായി തീരണം. ആത്മീയ പുനരുത്ഥാനം നാം പ്രാപിച്ചെടുക്കുന്നവരായി മാറണം. നമുക്ക് 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ ജീവിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അവന്റെ മരണത്തിൽ ഒത്തിരി വാക്യങ്ങൾ വായിക്കാനുണ്ട് നമുക്ക്. എന്നാൽ സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. നാം ആമേൻ ക്രിസ്തുവിനോടുകൂടി ജീവിക്കണം. ക്രിസ്തുവിനോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യമായ മരണത്തിൽ നിന്ന് നമുക്ക് വിമുക്തി നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. ആമേൻ. ഇവിടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 71-ാം അധ്യായം 20-ാം വാക്യവും 119-ാം അധ്യായം അതിന്റെ 50-ാമത്തെ വാക്യവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു പദവിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും ധന്യകരമായ ഒരു അവസ്ഥയാണ് ഹല്ലേലൂയ ക്രിസ്തുവിനോടുകൂടി ആമേൻ നാം ജീവിക്കുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യവും 6-ാം അധ്യായം അതിന്റെ 63-ാം വാക്യവും റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യവും 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യവും 2 കൊരിന്ത്യർ 3-6 ഒക്കെ നമ്മളെ ഹല്ലേലൂയ ആത്മീയ പുനരുത്ഥാനത്തെ പരാമർശിപ്പിച്ചുകൊണ്ട് ആമേൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ജഡത്തിന്റെ കയ്യാലുള്ള പരിശോധനയെ പറ്റി എഫേസ്യ ലേഖനം 2:11 ആമേൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം നാം അതിനെ ആമേൻ ജഡത്താലുള്ള പരിശോധനയെ വിട്ടിട്ട് ആത്മീയ പരിശോധന പ്രാപിച്ച് ആമേൻ നമുക്ക് മുന്നേറാം. നാം പഠിച്ചു ഹല്ലേലൂയ. 1-ാമതായിട്ട് ശാരീരിക മരണം, 2 ആത്മീയ മരണം, 3 പാപസംബന്ധമായ മരണം, 4 പിന്മാറ്റ മരണം. ഹല്ലേലൂയ. പിന്നെ ജഡത്തിന്റെ ചിന്ത മരണം, 5 ജഡത്തിന്റെ മരണം, 6 ത്യാഗപൂർണമായ സേവനം. അതെ, അങ്ങനെ നമ്മൾ ത്യാഗപൂർണമായ സേവനത്തിലൂടെ കർത്താവിന്റെ ജീവൻ വ്യാപരിപ്പിക്കുമ്പോൾ ആമേൻ നമുക്ക് ജീവൻ ലഭിക്കുക. അല്ലാതുള്ള മരണമാണ് അത്. 7 നിത്യമായ മരണം. ഈ നിത്യമായ മരണത്തിൽ നിന്നും വിടിവിച്ച് അതിക്രമങ്ങളിലും ആമേൻ നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവരായി നിങ്ങളെ അവനോടുകൂടി ജീവിപ്പിച്ചു. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.